അജി, ചരിത്രത്തിലേക്ക് പറന്നുയർന്നൊരു ഹെലികോപ്റ്റർ എന്ന് വേണം നമുക്ക് ഈ യാത്രയെ വിശേഷിപ്പിക്കാൻ. അതിന് പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഒരു അപകടത്തിൽ മരിച്ച ഒരാളുടെ ചർമ്മം ആദ്യമായിട്ടാണ് ഒരു ദാനം ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഷിബുവുമായി ബന്ധപ്പെട്ട് ഉണ്ട്, അത് പറയേണ്ടതുണ്ട്. എന്തായാലും ദുർഗാകാമി എന്ന് പറയുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള നേപ്പാൾ സ്വദേശിനിയായും അനാഥമായ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് തുന്നിച്ചേർക്കുന്നതിനാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കാത്തിരിക്കുകയാണ്. ഈ ഹൃദയം എത്തുന്നതും എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തി അവിടെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിലേക്ക് ഇവിടെ നിന്ന് എയർ ആംബുലൻസ് പറന്നുയർന്നു കഴിഞ്ഞിരിക്കുന്നു. കേവലം അരമണിക്കൂറിൽ താഴെ മാത്രമാണ് ഇനി വേണ്ടത്. കേസോട്ടയുടെ വാഹനത്തിലാണ് തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് ഈ ഹൃദയം ഇവിടെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. അത് കേവലം മിനിറ്റുകൾ മാത്രമാണ് എടുത്തത്. അത്രമേൽ വേഗതയിലാണ് ആ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള കേസോട്ടയുടെ വാഹനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. അവിടെ വലിയ പോലീസ് സംവിധാനങ്ങളുടെയൊക്കെ അകമ്പടിയോട് കൂടിയാണ് പോലീസ് തുറന്നു കൊടുത്ത വഴികാട്ടിയ വഴികളിലൂടെയാണ് കേസോട്ടയുടെ വാഹനത്തിൽ ഹൃദയം ഇവിടേക്ക് എത്തുന്നത്. അപ്പോഴേക്കും പൈലറ്റുമാരൊക്കെ റെഡിയായിരുന്നു. അപ്പോഴേക്കും എയർ ആംബുലൻസിൽ അവർ തയ്യാറായി നിന്നിരുന്നു. ആ ഹൃദയം തൊട്ട് പിന്നാലെ തന്നെ വാഹനത്തിൽ നിന്ന് എയർ ആംബുലൻസിലേക്ക് മാറ്റി. അവിടെ നിന്ന് അധികം കേവലം മിനിറ്റുകൾ മാത്രമാണ് കാത്തിരുന്നത്. ആ മിനിറ്റുകൾക്ക് ശേഷം എയർ ആംബുലൻസ് എറണാകുളം ലക്ഷ്യമാക്കി പറന്നുയർന്നിരിക്കുന്നു. അവിടെ സ്വകാര്യ ഹോട്ടലിൻ്റെ ഹെലിപ്പാഡിലേക്കാണ് ഈ എയർ ആംബുലൻസ് പറന്നിറങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹയാത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് അവിടെയും സംവിധാനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് മിനിറ്റുകൾ കൊണ്ട് ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ പ്രത്യേകതകളുള്ള ഒരു ദിവസം കേരളത്തിലെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 3 ദിവസങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഷിബു എന്ന കൊല്ലം സ്വദേശി, 47 വയസ്സുള്ള കൊല്ലം സ്വദേശിയായ ഷിബുവിൻ്റെ മസ്തിഷ്ക മരണം ഇന്ന് രാവിലെയാണ് സ്ഥിരീകരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഷിബുവിൻ്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. ബന്ധുക്കൾ അതിന് സമ്മതം നൽകുന്നു. തിരുവനന്തപുരം GMC ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക്, രണ്ടാമത്തെ വൃക്ക കൊല്ലം തിരുവിതാംകൂർ മെഡിക്കൽ കോളേജിൽ അനുവദിച്ചു. കരളാണിപ്പോൾ തിരുവനന്തപുരം കിംസിലുള്ളത്. ഹൃദയമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിൻ്റെ കോർണിയ തിരുവനന്തപുരം RIUക്ക് അനുവദിച്ചു. ത്വക്ക് തിരുവനന്തപുരം GMC സ്കിൻ ബാങ്കിനാണ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ ദാനം ചെയ്യാൻ കഴിയുന്നതൊക്കെ അവരുടെ കുടുംബം നിറഞ്ഞ മനസ്സോടുകൂടി ഷിബുവിൻ്റെ ഓർമ്മകൾ മാത്രം ബാക്കിയെല്ലാം ദാനം ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ദാനം ചെയ്തിരിക്കുന്നു. പല മനുഷ്യരിലൂടെ ഓർമ്മകളായും അവയവങ്ങളായും ഒക്കെ ഷിബു ഇനിയുമുള്ള കാലവും ജീവിക്കും. എന്തായാലും അതിൻ്റെ ആദ്യം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഹൃദയമാണ്. അവയവങ്ങളൊക്കെ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ ഹൃദയമാണിപ്പോൾ ഇവിടെ നിന്ന് പറന്നുയർന്നിരിക്കുന്നത്. അത് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.